ഫ്ലോ ഓഫ് ഓഡിറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് എന്താണ് എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും ഇതുവരെ പഠിച്ച കാര്യങ്ങളും അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ഒരു സർട്ടൻ 3-4-5 പോയിന്റ്സ് ആണ് ആ ഒരു ഓർഡർ, എങ്ങനെയാണ് നമ്മൾ വേരിയസ് ഏരിയാസ് പ്രിപ്പയർ ചെയ്യുന്നത്, പഠിക്കുന്നത്, ആൻഡ് പ്രാക്ടിക്കലി എങ്ങനെയാണ് ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഫ്ലോ ഓഫ് ഓഡിറ്റിൽ ആദ്യമേ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ്. ഈ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസിനകത്ത് സർട്ടൻ പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ ഫ്ലോ ഓഫ് ഓഡിറ്റിൽ ആദ്യമേ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ എന്താണ് ഈ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ്? പ്രിലിമിനറി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ, നിങ്ങൾ ഇപ്പം 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഈ മോഡൽ എക്സാം അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാംസ്, പ്രിലിംസ് എന്നൊക്കെ എക്സാം അതിന് പേര് പറയും. അതായത് മെയിൻ എക്സാമിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സാം മോഡലായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമിന് മുന്നേ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ എന്ന ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അതിനെയാണ് പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡൽ എക്സാമിനേഷൻ എന്നൊക്കെ പറയും. അതേപോലെ നമ്മൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് certain preliminary activities ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ്, certain aspects before the start of audit നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ആസ്പെക്ട്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് SA 210 പ്രകാരം we have to agree to the terms of engagement letter. SA 210 പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയി ഉണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാണ് ചാപ്റ്റർ 11 സാധനം ചാപ്റ്റർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ബേസിക്സിന്റെ കൂടെ നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്തിരുന്നു. കാരണം ആ ഒരു ആസ്പെക്ട്സ് അതിനെ ബേസ് ചെയ്ത് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഇനി ത്രൂ ഔട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഫസ്റ്റ് വൺ ഈസ് SA 210 പ്രകാരം വി ഹാവ് ടു അഗ്രി ടു ദി ടേംസ് ഓഫ് എൻഗേജ്മെന്റ് ലെറ്റർ. ദെൻ അടുത്ത വീണ്ടും SA 220 പ്രകാരം ക്വാളിറ്റി കൺട്രോൾസ് പ്രോപ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ആസ്പെക്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആൻഡ് ദി തേർഡ് വൺ ഈസ് ദി ഓഡിറ്റർ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത്, ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, പ്രീഡെസസർ ഓഡിറ്റർ. ഓക്കെ, അതായത് പ്രീവിയസ്ലി വേറെ ഏതോ ഒരു ഓഡിറ്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്തത് വേറെ ഏതോ ഒരു ഓഡിറ്ററാണ്. നമ്മളിപ്പോൾ പുതിയത് അപ്പോയിന്റഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട്, കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്തേക്കുന്നത്, ഓഡിറ്റ് ചെയ്തേക്കുന്നത് വേറെ ഓഡിറ്ററാണ്. ആ വേറെ ഓഡിറ്ററിനെ പറയുന്ന പേരാണ് പ്രീഡെസസർ ഓഡിറ്റർ. ഓക്കെ, സോ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രീഡെസസർ ഓഡിറ്റർ. കഴിഞ്ഞ വർഷം വേറെ ആരുമാണ് ഓഡിറ്റ് ചെയ്തത്, സോ വിൽ ബി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദാറ്റ് പ്രീഡെസസർ ഓഡിറ്റർ റിഗാർഡിംഗ് വാട്ട്, റിഗാർഡിംഗ് ദി മാനേജ്മെന്റ്. എന്താണ് മാനേജ്മെന്റിനെ പറ്റി നമ്മൾ ഇൻക്വയറി ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അവര് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്യണമല്ലോ. സോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്യാനായിട്ട് ഉള്ള എല്ലാ സിറ്റുവേഷൻസും ആ പർട്ടിക്കുലർ കമ്പനിയിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ എത്തിക്കൽ റിക്വയർമെന്റ്സ് ഫോളോ ചെയ്തുകൊണ്ട്, കീപ്പ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളുടെ എന്ത് ചെയ്യണം, നോക്കണം. ആൻഡ് ഇവിടെ നമ്മൾ മാനേജ്മെന്റിന്റെ പേഴ്സ്പെക്റ്റീവ് മാത്രം ചോദിക്കല്ല, മാനേജ്മെന്റ് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും സിറ്റുവേഷൻസും ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമല്ല, ആക്ച്വലി പ്രീഡെസസർ ഓഡിറ്റർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ, എത്തിക്കൽ റിക്വയർമെന്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണോ ഓഡിറ്റ് ചെയ്തത് എന്നുള്ള ബേസിലും നമ്മൾ എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. രണ്ട് ആസ്പെക്ട്സ് ആണ്. ഒന്ന്, മാനേജ്മെന്റ് അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്യാനായിട്ട്, എല്ലാ എത്തിക്കൽ റിക്വയർമെന്റ്സും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഓഡിറ്റ് ചെയ്യാനായിട്ട്. രണ്ടാമത്, ആ പർട്ടിക്കുലർ പ്രീഡെസസർ ഓഡിറ്റർ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് ഓഡിറ്റ് ചെയ്തതെന്നും അതേപോലെ എല്ലാ എത്തിക്കൽ റിക്വയർമെന്റ്സും ഫോളോ ചെയ്ത് കംപ്ലൈ ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് ചെയ്തതെന്നും എന്ത്
ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യുന്ന certain aspects. ഇത് നമ്മൾ എന്ത് ചെയ്തു? ചാപ്റ്റർ 2ന്റെ ആദ്യത്തെ ഏരിയയിൽ ഡിസ്കസ് ചെയ്തതാണ്. സെയിം ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഫ്ലോ തന്നെയാണ് നമ്മൾ പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ഓക്കെ, ഫസ്റ്റ് വൺ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ സെറ്റ് ഓഡിറ്റ് പ്ലാൻ. ഓഡിറ്റ് പ്ലാൻ സെറ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെയായിരിക്കണം നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്, സോ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി പ്ലാനിങ്. സോ പ്ലാനിങ്ങിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? നേരത്തെ വീഡിയോയിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? ഓഡിറ്റ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഓഡിറ്റ് പ്ലാൻ, അതിന്റെ ബേസിൽ സ്ട്രാറ്റജിയുടെ ബേസിൽ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യും. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? ബേസ് ചെയ്തിട്ട് ഓഡിറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്യും, റിട്ടേൺ ഡോക്യുമെന്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആസ് പെർ SA 300. Then the auditor will be conducting various audit procedures. Audit procedures എന്ത് ചെയ്യും? ഓഡിറ്റർ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഓഡിറ്റർ കണ്ടക്ട് ചെയ്യും. എന്തൊക്കെ തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്? മെയിൻലി 3 types of procedures. ഒന്ന്, nature, timing and extent of risk assessment procedure as per SA 350. Okay, then nature, timing and extent of further audit procedures as per SA 330. അടുത്തത് other അല്ലെങ്കിൽ nature, timing and extent of nature, timing and extent of other planned audit procedures. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഈ പോയിന്റ്സ് നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും, എസ്പെഷ്യലി ചാപ്റ്റർ 3. ഓക്കെ, ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 4 ആണ്, സോറി ചാപ്റ്റർ 6 ആണ്. ഇപ്പോൾ ചാപ്റ്റർ 6 കഴിഞ്ഞിട്ട് ചാപ്റ്റർ 4 നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചാപ്റ്റർ 3ലേക്ക് വരുന്നത്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻ ചാപ്റ്റർ 6ലും 4ലും വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ 3ലായിരിക്കും നമ്മൾ ഈ പർട്ടിക്കുലർ ഏരിയ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർ എന്ത് ചെയ്യും? ഓഡിറ്റ് എവിഡൻസസ് ഒബ്റ്റെയിൻ ചെയ്യും. നമ്മൾ എന്തിനാ വെറുതെ ചുമ്മാ എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് പോകാനല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് in order to obtain audit evidence. Okay, audit evidence obtain ചെയ്യാൻ വേണ്ടിയിട്ട് we will be conducting certain audit procedures. Audit procedures conduct ചെയ്യുമ്പോൾ നമുക്ക് evidence obtain ചെയ്യാൻ പറ്റും. So based on the evidence obtained by the auditor will be reaching his conclusionsലേക്ക് ഓഡിറ്ററിന് റീച്ച് ചെയ്യാനായിട്ട് പറ്റും. So based on the conclusions reached by the auditor, conclusionന്റെ ബേസിസിലാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്? ഒപ്പീനിയൻ ഫോം ചെയ്യുന്നത്. ഈ ഒപ്പീനിയൻ ഫോം ചെയ്ത് കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ക്യാൻ ഇഷ്യൂ ദി ഓഡിറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞു, ഓഡിറ്റ് കഴിഞ്ഞു. പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി മുതൽ ഓഡിറ്റ് റിപ്പോർട്ട് വരെ. Preliminary engagement activity, we will be communicating with predecessor auditor. Very important. If the previous year the audit was conducted by another auditor, then SA 210 പ്രകാരം terms agree ചെയ്യണം. SA 220 ബേസ് ചെയ്ത് ക്വാളിറ്റി കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആസ്പെക്ട്സും മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അനലൈസ് ചെയ്യണം. ദെൻ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഡിറ്റ് പ്ലാൻ ചെയ്യണം. ഓഡിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഓഡിറ്റ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം. അതിന്റെ ബേസിൽ ഓഡിറ്റ് പ്ലാൻ ചെയ്യും. അതിന്റെ ബേസിൽ എന്ത് ചെയ്യും? ഓഡിറ്റ് പ്രോഗ്രാം, റിട്ടേൺ പ്രോഗ്രാം ചെയ്യും. Then the auditor will be conducting various procedures: nature, timing and extent of risk assessment procedure as per SA 315, nature, timing and extent of further audit procedure as per SA 330, and nature, timing and extent of other planned audit procedures. അതൊക്കെ എന്താണെന്ന് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഓഡിറ്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓഡിറ്ററിന് എവിഡൻസസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പറ്റിയിട്ട് SA 500 സീരീസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ചാപ്റ്റർ 4. ഓക്കെ, 500, 501, 505, 510, 520, 530, 550, 560, 570, 580 ഇതെല്ലാം എന്താണ്? ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ബേസിലുള്ള സർട്ടൺ ആസ്പെക്ട്സ് ആണ്.
ഓക്കെ, സോ SA 500 സീരീസ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടെല്ലാം ഓഡിറ്റ് എവിഡൻസ് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യും. ദെൻ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല, ഓഡിറ്റർ എന്ത് ചെയ്യും, വിൽ ബി റീച്ചിങ് ഹിസ് കൺക്ലൂഷൻസ്. കൺക്ലൂഷൻ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രോപ്പർലി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ റീച്ച് ദി, അല്ലെങ്കിൽ ഓഡിറ്റർ ക്യാൻ ഫോം ഹിസ് ഒപ്പീനിയൻ. ദെൻ ഒപ്പീനിയൻ എന്ത് ചെയ്യും, റിപ്പോർട്ടിൽ സ്പെസിഫൈ ചെയ്യും. ഓഡിറ്റർ ക്യാൻ ഡ്രാഫ്റ്റ് ഓർ ഇഷ്യൂ ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചേക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം SA 230 പ്രകാരം. ഓക്കെ, ഈ ഏരിയ ആണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്, ചാപ്റ്റർ 6. ഓക്കെ, ആക്ച്വലി ടുവേർഡ്സ് എൻഡ് അത് ഡിസ്കസ് ചെയ്താലും കുഴപ്പമില്ല. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെന്റ് ഓഫ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ, ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറിന്റെ ആസ്പെക്ട്സ് കുറച്ച് അവിടെ വരുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏരിയയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇനിയും അല്ല നിങ്ങൾ ചാപ്റ്റർ 6 ഇപ്പൊ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അവിടെ ഫ്ലോയിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ആക്ച്വലി ടുവേർഡ്സ് ദി എൻഡ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്ത് പോകുന്ന ഒരു പ്രൊസീജിയറാണ് ഓഡിറ്റർ ചെയ്യുന്നത്. സോ അത് നിങ്ങൾ ആദ്യമേ ചാപ്റ്റർ 6 കണ്ടില്ല, പിന്നീട് വന്ന് കണ്ടാലും ഒരു കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള എല്ലാം ആ ഒരു ഓർഡറിൽ തന്നെ. 1, 2, 6 കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, 4, 3 ആ ഒരു ആസ്പെക്ട്സിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഇനി ഇടയ്ക്ക് 4 കഴിഞ്ഞിട്ട് ഞാൻ ചാപ്റ്റർ 7 എടുക്കും, കാരണം അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, SA 500 സീരീസിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ചാപ്റ്റർ 7 വരും. സോ അതുകൊണ്ട് അതുകൂടെ നോക്കി കഴിഞ്ഞിട്ടായിരിക്കും ചാപ്റ്റർ 4ലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക ഇഫ് യു ആർ വാച്ചിങ് ദി ക്ലാസ്സസ് ഫോർ ദി ഫസ്റ്റ് ടൈം. അല്ല നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു എന്താണ് റിക്കളക്ട് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ഫ്ലോയിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് ഇൻ എനി ഓർഡർ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലോ ഓഫ് ഓഡിറ്റ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി ഏരിയാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് അടുത്ത് ഏതാണ്, അടുത്ത് എന്താണ് എന്നുള്ള കാര്യം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ഓഡിറ്റിനകത്ത് ഉള്ളതും. ഇന്റർമീഡിയറ്റ് ലെവലിലായിക്കോട്ടെ, ഫൈനൽ ലെവലിലായിക്കോട്ടെ, പ്രാക്ടിക്കൽ ലൈഫിലായിക്കോട്ടെ, ഈ ആസ്പെക്ട്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് ബ്രീഫായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇലാബറേറ്റ് ചെയ്ത് നോക്കാനായിട്ടും. ഹോപ്പ് ഈ ഒരു ഏരിയ ക്ലിയർ ആണ്. ഫ്ലോ ഓഫ് ഓഡിറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റിലവന്റ് ഒന്നും അല്ല, ജസ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഓഡിറ്റിംഗ് സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ചാപ്റ്റർ 6.2 ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതിൽ നിങ്ങൾക്ക് മേജറായിട്ടൊന്നും നോക്കാനായിട്ടില്ല. അതിൽ ജസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേർപ്പസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് അല്ലെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്തിനാണ് എന്നുള്ള ഒരു ആസ്പെക്ട് അത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. അതായത് ഒരു റെഡി റെഫറൻസ് ഓഫ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ബൈ ദി ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ട സർട്ടൻ പ്രൊസീജിയേഴ്സ് ആണ് ആ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ ഓഡിറ്റർ കണ്ടക്ടിങ് ആൻ ഓഡിറ്റ് ബേസ്ഡ് ഓൺ റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഓഡിറ്റിംഗ് can always defend himself against a possible allegation of negligence. അതായത് ഓഡിറ്റർ പറയാണ് ഞാൻ SA പ്രകാരമാണ് ഓഡിറ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓഡിറ്റർക്കെതിരെ എന്ത് കേസ് കൊടുത്താലും ഓഡിറ്ററിന് കോൺസിക്വൻസസ് ഫേസ് ചെയ്യത്തില്ല. കാരണം എന്താ, ഓഡിറ്റർ ആ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ചെയ്തേക്കുന്നത്, സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് ഓഡിറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്റിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും, അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനെ എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യും. യൂസേഴ്സിന് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ ഓഡിറ്റ് വർക്കിൽ ട്രസ്റ്റ് ഉണ്ടാകും, ഒരു പബ്ലിക് ട്രസ്റ്റ് ഉണ്ടാകും. ഓക്കെ, സോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഓഡിറ്റിംഗിന്റെ പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ പേർപ്പസ് എന്ന ആസ്പെക്ട് വേറെ രീതിയിൽ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. അത് നോക്കി വെച്ചേക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ IASB ഓക്കെ, അതിന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ ഓഡിറ്റിംഗ് ആൻഡ് അഷ്യൂറൻസ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്, ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക. IFAC ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ടൻസ്, ഇത് നോക്കി വെച്ചേക്കുക. ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഫുൾ ഫോം നോക്കണം. APC ഓഡിറ്റിംഗ് പ്രാക്ടീസസ് കമ്മിറ്റി, APC, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം MCQലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഫുൾ ഫോംസ് ഒക്കെ ചോദിച്ചേക്കാം. ഓക്കെ, അത്ര മാത്രം നോക്കിയാൽ. പിന്നെ എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ് ഉണ്ട്, SRE, SAE ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഓൺ അഷ്യൂറൻസ് എൻഗേജ്മെന്റ്, SRS, സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസസ്. അപ്പം സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസസിൽ
ഒരു പോയിന്റ് ആക്ച്വലി certain ആസ്പെക്ട് നമ്മൾ കമ്പനി ഓഡിറ്റിൽ പഠിക്കും. ദെൻ SAE സ്റ്റാൻഡേർഡ്സ് ഓൺ അഷ്യോറൻസ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, അഷ്യോറൻസ് പ്രൊവൈഡ് ചെയ്യാണ്. നോർമലി നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്, ഒരു കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിലാണ് പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് അതേപോലെ സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സ് ഓൺ അഷ്യോറൻസ് എൻഗേജ്മെന്റ് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻ അല്ല ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഇന്റേണൽ കൺട്രോൾസിനെ പറ്റിയിട്ടൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ വേരിയസ് അതർ എൻഗേജ്മെന്റ്, അഷ്യോറൻസ് എൻഗേജ്മെന്റ്, സ്റ്റാൻഡേർഡ്സ് ഓൺ അഷ്യോറൻസ് എൻഗേജ്മെന്റ് ബേസ് ചെയ്തിട്ട് വരും. SRE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷന്റെ ഒരു റിവ്യൂ ആണ്, ഓഡിറ്റ് അല്ല, റിവ്യൂ ആണ്. സോ ഒരു ലിമിറ്റഡ് അഷ്യോറൻസ് എൻഗേജ്മെന്റ് ആണെന്ത് ഈ പർട്ടിക്കുലർ SRE. SA അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓഡിറ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ നമ്മളൊരു റീസണബിൾ അഷ്യോറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഇതിനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസസ്, മറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ആക്ച്വറിയൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇന്റേണൽ ഓഡിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നു, അക്കൗണ്ട്സ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, അങ്ങനെ സർട്ടൻ സർവീസസ്, റിലേറ്റഡ് സർവീസസ് ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ വിൽ ബി ഹാവ് ടു കണ്ടക്ട് ഓഡിറ്റ് ഒബ്ലിജിങ് ടു ദിസ് SRS. ഓക്കെ, അതുപോലെ സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ certain ക്വാളിറ്റീസ് എല്ലാം എന്ത് ചെയ്യണം, ഓഡിറ്ററും അതേപോലെ തന്നെ ഓഡിറ്റ് ഫേമും എന്ത് ചെയ്യണം, എൻഗേജ്മെന്റ് ടീം മെമ്പേഴ്സും ഓഡിറ്റ് ഫേമും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട്, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ഈ SQCനകത്ത് വേരിയസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഒന്നാണ് ക്വാളിറ്റി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക, ക്ലയന്റ് റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ജസ്റ്റ് നിങ്ങളതൊന്ന് ബ്രീഫായിട്ട് വായിച്ചു വിട്ടാൽ മാത്രം മതി. നോട്ട് മച്ച് ഓഫ് റെലവൻസ്. ഓക്കെ, SQC നമുക്ക് പിന്നെ നോക്കാനുണ്ട്. ഇവിടെ ഈ ചാപ്റ്ററിൽ നമുക്ക് തൽക്കാലം ജസ്റ്റ് വായിച്ചു വിട്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൻ ലിസ്റ്റ് ഓഫ് essays. ഓക്കെ, എന്തൊക്കെ essays ആണുള്ളത്. ആൻഡ് ഈ പർട്ടിക്കുലർ ചാർട്ട് നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ വാളിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, വായിക്കുക. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാനുള്ള essay എന്ന് പറഞ്ഞാൽ essay 200, 210, 220, 230, 240, 250, 260, 265, 299. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ദെൻ essay 500, 501, 505, 510, 520, 530, 550, 560, 570, 580, 600, 610, 620. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വിട്ടേക്കുക, ഇത് വിട്ടേക്കുക. ഇതൊക്കെ SRE, SAE. ഓക്കെ, ഇതൊക്കെ അതിൽ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കാനില്ല. ഇതെല്ലാം ലിസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്, മറ്റ് ആസ്പെക്ട്സ്, മറ്റ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുള്ളൂ. ഞാൻ ടിക്ക് ഇട്ട പോർഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം. ആൻഡ് നമുക്കതൊക്കെ റിവൈസ് ചെയ്യാം. ഇതാണ് 6.2 ഇതിനകത്ത് വരുന്നത്. വേറൊന്നും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടില്ല.